ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് തന്നെ അനസ്തേഷ്യൻ്റെ ആഫ്റ്റർ എഫക്റ്റും തുടങ്ങി. ഭയങ്കര ശ്വാസം മുട്ടലൊക്കെയാണ്. അപ്പോൾ അധികം നേരം സംസാരിക്കാനൊന്നും കഴിയാത്ത ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ വീഡിയോയിലൊക്കെ ഒന്ന് നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചായക്ക് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ചായക്ക് ജസ്റ്റ് നമ്മൾ സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പഞ്ചാണ് ഞാൻ ഇന്ന് വിചാരിച്ചട്ടോ. നമ്മൾ ഐസിങ്ങും ചെയ്യാതെ വെറുതെ ചായക്ക് കൂട്ടാമല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ പാക്കറ്റ് ഓറിയോ ഉണ്ടായിരുന്നു 10 രൂപേൻ്റെ. 10 5 ആ ചെറിയ പാക്കറ്റിന്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചെറിയ ഓറിയോ പാക്കറ്റിന്. ആദ്യം കുറച്ച് പാലും കൂട്ടി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടോ. പിന്നെ കണ്ടോ 2 മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തു. അതിലേക്ക് കുറച്ച് പഞ്ചസാര, ആദ്യം കുറച്ച് വാനില എസൻസും ഒരു നുള്ളു ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു. അത് അളന്നിട്ടില്ല, കുറച്ച് കമ്മട്ടം പോലെ കിട്ടും, അത്ര തന്നെ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂട്ടാൻ വിചാരിച്ചു, ആ ഓയിലില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് കിട്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ കിട്ടി തോന്നുന്നു. അപ്പോൾ അതും ചേർത്തു നന്നാക്കി ബീറ്റ് ചെയ്തിട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഫ്ലോർ ചേർത്തു. അതായത് ഒരു കപ്പ് മൈദ, 240 ml കപ്പാട്ടത്. അതിലേക്ക് മൈദ ചേർത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മളെ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. ബീറ്റ് ചെയ്യാതെ നന്നായിട്ട് സ്പൂണിട്ട് മിക്സ് ചെയ്ത് കൊന്നാലേ അതൊഴിച്ചിട്ട് പിന്നെ ഞാൻ ഉദ്ദേശിച്ച മാർബിൾ കേക്കിൻ്റെ ഒരു പരുവത്തിലാവാൻ വേണ്ടിട്ടോ. പിന്നെ അതൊഴിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഓറിയോൻ്റെ ബിസ്ക്കറ്റും പാലും കൂട്ടി അടിച്ചു തന്നില്ലേ, അതും ഒഴിച്ചു. വീണ്ടും ഇതൊഴിക്കുന്നു, വീണ്ടും മറ്റതൊഴിക്കുന്നു, അതൊഴിക്കുന്നു, ഇതൊഴിക്കുന്നു, അതൊഴിക്കുന്നു. അങ്ങനെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ പരിസരം കണ്ട് അന്തം വിടണ്ട കേട്ടോ. നമ്മളെ വീടും കാര്യം എത്ര സൗകര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ആദ്യം അറിയാമല്ലോ. നമ്മളെ വീഡിയോ കാണുന്ന നല്ല നല്ല കൂട്ടുകാർക്കൊക്കെ അറിയാം ഞങ്ങളെ വീടൊക്കെ എത്ര തന്നെ ഉള്ളൂ എന്നുള്ളത്. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അപ്പോൾ കണ്ടോ, കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കുക്കറിൽ ഞാൻ കുറച്ച് ഓയിൽ, ആ ഓയിലിൻ്റെ കവറ് നടുക്ക് നെറുകെ ചീന്തിയിട്ട് അത് തേച്ച് പിടിപ്പിച്ചു. പിന്നെ അതിന് കുറച്ച് മൈദയൊക്കെ ഇട്ട് തൂവിയിട്ട് ഈ സംഭവം ഒഴിച്ച് ആ ഡിസൈനൊക്കെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി വെച്ചിട്ട് നേരെ അടുപ്പത്ത് കൊണ്ടുവച്ചിട്ട്. കാരണം അടുപ്പത്ത് വയ്ക്കാനേ ഇത് 40 മിനിറ്റ് ഈ സാധനം വേവുണ്ട്. നമ്മൾ ഗ്യാസിൻ്റെ പണിയെടുത്ത് തീരും. അതുകൊണ്ട് ഞാൻ എന്താട്ടി അറിയോ, അടുപ്പത്താണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ എന്തായാലും 40 മിനിറ്റിന് വേവ്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി, അപ്പോൾ വന്നിട്ടില്ലേന്ന് കേട്ടോ. എന്തായാലും കേക്ക് നല്ല കേക്ക്, നല്ല അടിപൊളി കേക്ക് കേട്ടോ. കാരണം അധികം ഓവർ മധുരമൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞങ്ങൾക്കൊന്നും മധുരം കുറച്ച് മതി. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള സാധനം. അപ്പോൾ അതെന്തായാലും ഞാൻ അതിൽ സക്സസ് ആയി കേട്ടോ. അപ്പോൾ ഒരു മാർബിൾ കേക്കിൻ്റെ പരിവായ സംഭവം അടിപൊളിയായിന്. കുറഞ്ഞ സാധനം മതിയല്ലോ. ഒരു ഓറിയോണ്ടപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ച്. പിന്നെ മൈദ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മുട്ടയും പാലൊന്നും ഉണ്ടാവില്ല, അതൊക്കെ എപ്പോഴും ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബീറ്ററും കാര്യങ്ങളൊക്കെ നമ്മളെ ചേച്ചീൻ്റെ നിന്ന് വാങ്ങിയതാട്ടോ. ഓക്കിൻ്റെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ട്, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരൻ്റെ കേക്ക്? കാണാൻ തന്നെ സൂപ്പറല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സ്പോഞ്ച് കേക്ക് ആയിരുന്നു, വെരി ടേസ്റ്റി ആൻഡ് യമ്മി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടത്. അപ്പോൾ ഞാനത് കഷ്ണം മുറിച്ചിട്ടുണ്ട്. ഇവിടെ വന്നവർക്കൊക്കെ ഓരോ പീസ് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതും പാൽച്ചായ ഞാൻ കുടിച്ച് ഞങ്ങൾ ഇന്നത്തെ സായാഹ്നം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്